നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൂള്. 13/2/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണവില വീണ്ടും കുറയുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 140 രൂപ, ഒരു ഭവന മുകളിൽ 1120 രൂപ കുറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം അയവില്ലാതെ തുടരുന്നതിനാൽ ആഗോള വിപണികളിലെ ഉലച്ചിൽ സാഹചര്യത്തിലാണ് സ്വർണ്ണവിലയിൽ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ആദ്യമേ കൂടിയെങ്കിലും പിന്നെ കുറഞ്ഞു വരികയാണ്. ഇടയ്ക്ക് ഒരു ദിവസം മാത്രമാണ് കൂടിയത്. 22 ക്യാരറ്റ് 1 ഗ്രാം 14,730, ഒരു പവന് 1,17,840. അതുപോലെ 18 ക്യാരറ്റ് 12,052, ഒരു പവൻ 96,416. അതുപോലെ 24 ക്യാരറ്റ് 16,069, ഒരു പവന് 1,28,552. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം മാർക്കറ്റ് വില RSS 4 കിലോ 215 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ, ISN 20 188, ലാറ്റക്സ് 60% യാർഡ്സിൽ 146 രൂപ 90 പൈസ. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 215 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയുള്ള ഒട്ടുപാൽ കിലോ 138, 60% DRCയുള്ള ഒട്ടുപാൽ കിലോ 103 രൂപ 50 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 215 രൂപ 50 പൈസ, RSS 5 കിലോ 210 രൂപ 50 പൈസ. ദേശവില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 236 രൂപ 79 പൈസ, RSS 5 കിലോ 236 രൂപ 35 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. KPCC പ്രസിഡന്റും കണ്ണൂർ MP-യുമായ K. സുധാകരൻ നിയമസഭയിൽ 2026 മത്സരിക്കണമെന്ന് വളരെയേറെ ആഗ്രഹം. എന്ത് പ്രശ്നം വന്നാലും കണ്ണൂരിൽ ഈ വർഷം നിയമസഭയിലേക്ക് മത്സരിക്കുമെന്നാണ് പറഞ്ഞത്. പാർലമെൻറ്റ് സമ്മേളനം മതിയാക്കി കണ്ണൂരിലേക്ക് മടങ്ങിയ അദ്ദേഹത്തെ വീണ്ടും കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് തിങ്കളാഴ്ച വരാൻ വിളിപ്പിച്ചേക്കുകയാണ്. ഇപ്പോൾ പറയുന്നത് MP-മാരാരും മത്സരിക്കേണ്ട എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കണ്ണൂർ തീർത്തും മത്സരിക്കുന്നുള്ള വാശിയേറി നടക്കുന്നത് K. സുധാകരൻ. സത്യം പറഞ്ഞാൽ വയസ്സാങ്കാലത്ത് ഇവർക്കൊക്കെ അടങ്ങി ഒതുങ്ങി പാർട്ടി പറയുന്നത് കേട്ട് കൊണ്ടിരുന്നൂടെ? ഇവർക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥാനമാനങ്ങളും മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയവരല്ലേ. വീണ്ടും ഇനി മന്ത്രി പദങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞാൽ വേറെ എത്രയോ പേര് പാർട്ടിയിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടേ? ഇങ്ങനെ എല്ലാ പാർട്ടിയിലും വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. ഇങ്ങനെ പ്രായമായവർ വളരെ വിഷമത്തിലും. ആകപ്പാടെ 140 സീറ്റും കൊണ്ട് എല്ലാവർക്കും മന്ത്രിയും വേണം, എല്ലാവർക്കും MLA വേണം, മുഖ്യമന്ത്രിയാവണം. എന്തൊരു ന്യായം! ഇത്രയ്ക്കും രുചിയാണോ ഈ സ്ഥാനമാനങ്ങൾ? ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന് വളരെയധികം നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും